ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും അറിയാം AI ഇന്ന് വളരെയധികം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിം മേക്കിങ്ങിലും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലും AI വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമ്മളെപ്പോലെ ഏതൊരു സാധാരണക്കാരനും AI യൂസ് ചെയ്തൊരു സിനിമ വരെ എടുക്കാവുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇൻ്റർപോസിറ്റീവ് എന്ന് പറയുന്ന ഒരു AI സ്റ്റാർട്ടപ്പ് കമ്പനി അക്വയർ ചെയ്തിരിക്കുകയാണ്. ഹോളിവുഡ് ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ ആയിട്ടുള്ള ബെൻ അഫ്ലെക്ക് 2022 സ്റ്റാർട്ട് ചെയ്തൊരു AI കമ്പനിയാണിത്. സോ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു AI പോലെയല്ല. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വർക്ക് അല്ല ഇവിടെ ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി ഡയറക്ടേഴ്സിനും ക്രിയേറ്റേഴ്സിനും ഒക്കെ ഫുള്ളി കൺട്രോൾഡ് ആണ് ഈ ഒരു AI യൂസ് ചെയ്യുമ്പോൾ. ഇത് ഫിലിം മേക്കിങ്ങിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് കൂടുതലും ഫാസ്റ്ററും അതുപോലെ എഫക്റ്റീവുമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു AI ആണ്. ഈ AIയുടെ യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഫ്രെയിമിൽ ലൈറ്റിങ് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രെയിമിങ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ റോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യുക, കളർ ഗ്രേഡിങ് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ വളരെ ക്വിക്കായിട്ടും അതുപോലെ കോസ്റ്റ് എഫിഷ്യൻറ്റുമായിട്ടും ചെയ്യാൻ വേണ്ടിയുള്ളൊരു AI ആണ്. സോ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇത് അക്വയർ ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് വൈഡ് വലിയ രീതിയിലുള്ളൊരു ഓഡിയൻസ് ഉള്ള ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് നെറ്റ്ഫ്ലിക്സ്. സോ അവർക്ക് ഒരു വർഷം തന്നെ ഒരുപാട് ഷോസും ടി വി ഷോസും അതുപോലെ മൂവീസും ഒക്കെ റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതിൻ്റെ പിന്നിൽ കുറേ സമയം അവർക്ക് സ്പെൻഡ് ചെയ്യണം, കുറേ മണി ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇത്തരത്തിലുള്ളൊരു AI അവർ അക്വയർ ചെയ്യുന്നതോടുകൂടി അവർക്ക് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് വളരെയധികം ഫാസ്റ്ററും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടും കൊണ്ടുവരാൻ പറ്റും. സോ ഈ ഒരു അക്വിസിഷൻ നടന്നതോടുകൂടി ബെൻ അഫ്ലെക്ക് നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് ജോയിൻ ചെയ്യും, ഈ ഒരു കാര്യത്തിനെ അവരെ ഗൈഡ് ചെയ്യാനായിട്ട്. സോ ഈ ഒരു അക്വിസിഷനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഒരു രീതി നോക്കിക്കഴിയുമ്പോൾ ഇത് ഫിലിം മേക്കേഴ്സിനും അതുപോലെ ക്രിയേറ്റേഴ്സിനൊക്കെ നല്ലതാണ്. മറ്റൊരു രീതിയിൽ ഇങ്ങനെ AI ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ആശങ്കകളുണ്ട്, അവരുടെ ജോലിയെ ബാധിക്കുമോ ഇല്ലെന്നൊക്കെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ ഒരു അക്വിസിഷനെ കുറിച്ച് ചുരുക്കി പറയുവാണെങ്കിൽ, ഇതിൻ്റെ ഒരു കൺട്രോൾ എപ്പോഴും ക്രിയേറ്റർ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ കയ്യിലായിരിക്കും. മനുഷ്യൻ തന്നെയായിരിക്കും ഒരു സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുക. AI കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്ത് ഈ ഒരു പ്രോസസ്സിനെ കുറച്ചും കൂടി ഫാസ്റ്ററും അതുപോലെ എഫിഷ്യൻറ്റും ആക്കാനാണ് ഇവിടെ നോക്കുന്നതെന്നാണ് നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.